കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രീതിയും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതിയുമൊക്കെ എല്ലാ കാലത്തും ഒരു തർക്കത്തിലും വിവാദത്തിലേക്ക് പോകുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അവരുടെ ഒന്നാം മന്ത്രിസഭയുടെ തൊട്ട് മുമ്പുള്ള, അതായത് കഴിഞ്ഞ മന്ത്രിസഭ, ഒന്നാം മന്ത്രിസഭ, പിണറായി വിജയൻ്റെ ഒന്നാം മന്ത്രിസഭ, ആ സമയത്ത് അതിനുവേണ്ടി നടന്ന തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ, 9 വർഷം മുമ്പാണ്, 9 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിനൊരു അപ്പർ എഡ്ജ് ഉണ്ടായിരുന്നു. സരിതാ വിഷയമുണ്ടായിരുന്നു, സോളാർ വിഷയമുണ്ടായിരുന്നെങ്കിൽ ഒരു അപ്പർ എഡ്ജ് ഉണ്ടായിരുന്നു. ആ അപ്പർ എഡ്ജിനെ കളഞ്ഞത് ഒരു കാരണം മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ള ചർച്ചയും കൂടി കൊണ്ടായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാൻ വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്നു. അതൊരു സത്യമാണ്. അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി 2 കൂട്ടരും അവരുടേതായ ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ടാവും. പിന്നെ ഇനി 2 കൂട്ടരെ മാറ്റിയാൽ നമുക്ക് പറ്റുമോ എന്ന് നോക്കി മറ്റ് ചില നേതാക്കളും, സീനിയർ നേതാക്കളും അതിനകത്ത് ഇടപെട്ടിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി അവർകളില്ല, അദ്ദേഹം അന്തരിച്ചു പോയി. അതേസമയം അടുത്തൊരു പ്രതിപക്ഷ നേതാവ് വരികയും ചെയ്തു. അപ്പോൾ നേരത്തെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി വച്ചില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നേരത്തെയുള്ളൊരു പ്രതിപക്ഷ നേതാവുണ്ട്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട്. അപ്പോൾ 2 പേരും മുഖ്യമന്ത്രി കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലാണ് 2 പേരും ക്യാമ്പയിനിങ് നടത്തുന്നത്. 2 കൂട്ടരും സമൂഹത്തിൽ വളരെ ശക്തമായി രംഗത്തുണ്ട്. രമേശ് ചെന്നിത്തല ആയാലും അദ്ദേഹം ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ കാര്യങ്ങൾ, ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ, പുസ്തക പബ്ലിക്കേഷൻ അതിൻ്റെ പ്രകാശനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മയക്കുമരുന്നിനെതിരെയുള്ള വലിയ ക്യാമ്പയിനുകൾ, അങ്ങനെ വളരെ വലിയ തോതിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസൻസ് കേരളത്തിൽ വളരെ വലിയ തോതിലുണ്ട്. അപ്പോൾ അതൊരു സത്യമാണ്. അത് കുറേ അദ്ദേഹം സാമൂഹ്യ സേവനത്തിന് ഭാഗമായി ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിൽ ഈ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർക്ക് പ്രസൻസ് കിട്ടിയാൽ അദ്ദേഹത്തെ തൊട്ടടുത്ത വലിയ പോസ്റ്റിലേക്ക് പരിഗണിക്കണമല്ലോ, അത് സ്വാഭാവികമായിട്ട് വരുന്നത് കാര്യം. അതേസമയം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശനും ഇങ്ങനെ മുഖ്യമന്ത്രിയാകാനുള്ളൊരു കാൻഡിഡേറ്റാണ്. ഇതിനിടയിലാണ് പഴയ എ ഗ്രൂപ്പിനെ കൂടി കയ്യിലെടുത്തുകൊണ്ട് കെ.സി. വേണുഗോപാൽ ചില നടപടികളൊക്കെ ആരംഭിക്കുകയും യൂത്ത് കോൺഗ്രസ്സിൽ ജിനേഷിനെ വെച്ചതായാലും, അതുപോലെ തന്നെ അടുത്ത താഴെയുള്ളവരെ വെച്ചതായാലും, ഈ ഇപ്പോഴത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയൊക്കെ വെച്ചതായാലും കെ.സി. വേണുഗോപാലിൻ്റെ ഒരു വലിയ അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത കേരളത്തിൽ കിടപ്പുണ്ട് കോൺഗ്രസ്സുകാരുടെ. മാത്രമല്ല കെ.സി. വേണുഗോപാലിനോട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേരളത്തിലുണ്ട്, ആദ്യത്തെ അജണ്ട പിണറായി വിജയൻ ഇറക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും കെ.സി. വേണുഗോപാലിൻ്റെ മനസ്സിലും ഒരു മുഖ്യമന്ത്രി പദം കിടപ്പുണ്ടോ എന്നറിയില്ല. അങ്ങനെ 3 പേരും മുഖ്യമന്ത്രി പദത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പാർലമെൻ്ററി പാർട്ടി തന്നെയാണ്. MLA-മാർ ജയിച്ചതിന് ശേഷം ഏത് MLA-മാർക്കാണ് വരുന്നതെന്നനുസരിച്ച് തന്നെയൊക്കെയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ ഒരു അപ്പർ എഡ്ജ് കിട്ടിയാൽ, ആ അപ്പർ എഡ്ജിന്, അതായത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും തൃക്കാക്കര തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിലും പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഒക്കെ കിട്ടിയ ഒരു അപ്പർ ഹാൻഡ്, ഒരു അപ്പർ എഡ്ജ് കളഞ്ഞു കുളിക്കാതെ UDF കൊണ്ടുപോകണമെങ്കിൽ കോൺഗ്രസ് ഇതിനകത്ത് കൃത്യമായ ചില നിലപാടുകൾ എടുക്കണം. യായാറാം പരിപാടി വെച്ച് ഞങ്ങളപ്പം ചിന്തിക്കുക, അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ, ജയിക്കട്ടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ശൈലി അതല്ല എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങൾ പറയാതെ വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു സമവായം ഉണ്ടാക്കി വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലേ എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് പല MP-മാരും കേരളത്തിൽ മത്സരിക്കാൻ വരുന്നത്. ഷാഫി പറമ്പിലാണെങ്കിൽ ആദ്യം MLA ആയിരുന്നു, പിന്നെ വടകരയിൽ പോയി MP ആയി, വീണ്ടും അദ്ദേഹം പാലക്കാട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് അങ്ങനെ ജയിച്ചാൽ, പാലക്കാട് വന്ന് ജയിച്ചാൽ, UDF വന്നാൽ വി ഡി സതീശനാണ് ടീമെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ന്യൂനപക്ഷ സമുദായമാണ്, മതത്തിൽപ്പെട്ട ആളാണ്, വളരെ ഡൈനാമിക്കാണ്, MLA MP ഒക്കെ ആയ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയും ഷാഫി പറമ്പിൽ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് UDF-ൻ്റെ ഒരു മന്ത്രി പദം മനസ്സിൽ കണ്ടുകൊണ്ട് ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് വരുമോ? കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ 2ാം തവണയും വന്നത് അദ്ദേഹത്തിനും കേരളത്തിൽ വന്നാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആറന്മുളയോ പത്തനംതിട്ടയിലോ ഒക്കെ നിൽക്കാനുള്ള താല്പര്യവുമായി ആൻ്റണി MP താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ബെന്നി ബെഹനാൻ തൃശ്ശൂരിലേക്കോ താഴേക്കോ വരാനുള്ള സാധ്യത കാണുന്നു. മൂവാറ്റുപുഴയോ ചാലക്കുടിയോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. അടൂരിൽ നിന്നുകൊണ്ട് അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ചാൽ എന്ത് എന്ന് ചിന്തിക്കുന്നു. നമ്മുടെ എന്തിനു പറയുന്നു, ഡോക്ടർ ശശി തരൂർ വരെ കേരളത്തിലൊരു മുഖ്യമന്ത്രിയാകാൻ ചിലപ്പോൾ കോൺഗ്രസ് അനുവദിക്കത്തില്ലെങ്കിൽ ഒരു മന്ത്രിയായി ഇരുന്നു കൊണ്ട് കേരളത്തിൽ സെർവ് ചെയ്യുക എന്നുള്ള
ആദ്യഘട്ടം മന്ത്രി, പിന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്നുള്ള നിലയിൽ ശശി തരൂരും ചില ചരടുകൾ നീക്കുന്നതായി പറയുന്നു. കോൺഗ്രസ് ആണ് പാർട്ടി, എല്ലാവരും ചരട് നീക്കിക്കോട്ടെ, ഗ്രൂപ്പ് കളിച്ചോട്ടെ, എല്ലാം ചെയ്തോട്ടെ. പക്ഷേ ഇത് കളിച്ച് കളിയിൽ കൊതിവിടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു അപ്പർ എഡ്ജ് ഉണ്ടെങ്കിൽ, ഒരു ഭരണവിരുദ്ധ വികാരവും 2 പ്രാവശ്യം ഒരു മുന്നണിയായി ഇനി മൂന്നാമത് വീണ്ടും ആ മുന്നണിയെ തന്നെ വരുത്തണ്ട എന്ന് പാർട്ടിക്കാർ ഉൾപ്പെടെ, CPM-ന്റെ പാർട്ടിക്കാർ ഉൾപ്പെടെ ചിന്തിക്കുകയും അങ്ങനെ മൂന്നാമതൊരു മുന്നണി കൂടെ വന്നാൽ അത് ബുദ്ധിമുട്ടാകും, വേണ്ട എന്ന് തീരുമാനിച്ച് ഏതെങ്കിലും തരത്തിൽ UDF-ന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയാണെങ്കിൽ അത് ഇതിൽ തട്ടി പോകാതിരിക്കാൻ എല്ലാവരും ഗൗരവമായി ആലോചിക്കണം. ഇപ്പം തന്നെ ചാണ്ടി ഉമ്മനെയും ഡോക്ടർ ഷമാ മുഹമ്മദിൻ്റെയും വിഷയം കുറച്ചൊന്ന് പരിഹരിച്ചിട്ടുണ്ട്. ടാലൻറ്റ് ഹണ്ടിൻ്റെ ലീഡറൊക്കെ ആക്കി അരുണാചൽ പ്രദേശിലും മേഘാലയ എന്നൊക്കെ പറഞ്ഞ് ചാണ്ടി ഉമ്മനെ പരമാവധി വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നാലല്ലേ ശല്യമുള്ളൂ. വളരെ വടക്ക് കിഴക്കൻ സംസ്ഥാനം ആസാമിലോ നാഗാലാൻഡിലോ ഒക്കെ ആയിട്ട് ടാലൻറ്റ് ഹണ്ട് കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവനെ ഇനി അവിടത്തേക്ക് അയച്ചു. ഷമാ മുഹമ്മദിനെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് അയച്ചു. അപ്പോൾ അങ്ങനെ എന്തായാലും അതെല്ലാം കുറച്ചൊന്ന് പരിഹരിച്ചു വരുന്നു. ഇത് പരിഹരിച്ചതിനിടയിൽ ഇനിയിപ്പോൾ വേറെ കുറേ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പിന്നെ ശക്തൻ അവർ പഴയ ഡെപ്യൂട്ടി സ്പീക്കറാണ്, അദ്ദേഹം രാജിവെച്ചു. ഇനിയിപ്പോൾ അതിനകത്ത് മുരളീധരൻ്റെ മരിയാപുരം ശ്രീകുമാറിനെ വയ്ക്കണമെന്നും ചെമ്പഴന്തി അനിലിനെ വയ്ക്കണമെന്ന് VD സതീശൻ, ശരത്ചന്ദ്ര പ്രസാദിനെ വയ്ക്കണമെന്ന് കോൺഗ്രസ്, അങ്ങനെ പല പേരുകളും. പിന്നെ മണക്കാട് സുരേഷിനെ വീണ്ടും പ്രസിഡന്റാക്കി കൊണ്ടുവരണമെന്നൊരു ചിന്ത അദ്ദേഹം KPCC-യിലുണ്ട് ഇപ്പോൾ. എന്നാലും അദ്ദേഹത്തെ എന്തുകൊണ്ട് DCC പ്രസിഡന്റ് ആക്കിക്കൂടാ? അപ്പോൾ മണക്കാട് സുരേഷ്, ശരത്ചന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ മരിയാപുരം ശ്രീകുമാർ, പിന്നെ അതുപോലെ തന്നെ ചെമ്പഴന്തി അനിൽ, ഇങ്ങനെ 4-5 പേരുകളാണ് അവിടെ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ ഇനിയിപ്പോൾ സെക്രട്ടറിമാരെ വയ്ക്കണം, പിന്നെ മറ്റ് ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ വയ്ക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഭ്യന്തരമായ സംഘടനാപരമായ പ്രശ്നങ്ങൾക്കിടയിലാണ് MP-മാർ ഇങ്ങോട്ട് താഴോട്ട് വരാൻ തീരുമാനിക്കുന്നതും MP-മാർ മത്സരിക്കുന്നത്. MP-മാർ ഇനിയും 2-4 വർഷം ഉണ്ടല്ലോ, 2-3 വർഷം ഉണ്ടല്ലോ. നിങ്ങൾ കേന്ദ്രത്തിൽ തന്നെ തുടരുക, ഇവിടെ ബാക്കി MLA-മാർ വരട്ടെ. ഇപ്പോൾ എത്രയോ പേര് VT ബലറാമിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ സന്ദീപ് വാര്യരകത്തോട്ട് വന്നിട്ട് സന്ദീപ് വാര്യരെ പോലെ ആളുകൾ, അതുപോലെ തന്നെ ഷമാ മുഹമ്മദ്, അങ്ങനെ തുടങ്ങി കുറേ അധികം ആളുകളുണ്ടല്ലോ ഇതിനകത്ത് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനുണ്ട്, വനിതകളെടുത്ത ബിന്ദു കൃഷ്ണയുണ്ട്, വനിത എടുത്താലും പുരുഷനെടുത്താലും പിന്നെ ധാരാളം, ജ്യോതികുമാർ ചാമക്കാല, BRM ഷെറീഫ് തുടങ്ങി ധാരാളം നേതാക്കൾ. പിന്നെ യൂത്ത് കോൺഗ്രസിൽ അഫിൻ ബർഗി, പിന്നെ അർജിൽ മാക്കുറ്റിൽ, പിന്നെ അഭിജിത്ത്, കെ യേശുവിൻ്റെ എടുത്താൽ ഇങ്ങനെ വളരെ വലിയ തോതിൽ മഹിളകളുടെ കോൺഗ്രസ് എടുത്താലും യൂത്ത് കോൺഗ്രസ് എടുത്താലും പിന്നെ KSU എടുത്താലും ഒക്കെ വലിയ സംഘമുണ്ടല്ലോ. പിന്നെ സീനിയർ നേതാക്കൾ ധാരാളം കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ആളുകൾ അവരൊക്കെ മത്സരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. MP-മാർ താഴേക്ക് വരാതിരിക്കുന്നതല്ലേ കൂടുതൽ ബുദ്ധി എന്നുള്ളത്. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ ടീമെന്നും രമേശ് ചെന്നിത്തല ടീമെന്നും അതുപോലെ തന്നെ VD സതീശൻ ടീമെന്നും പറഞ്ഞ് നിന്നാൽ, നിങ്ങൾ പുറത്ത് എന്തൊക്കെ പറഞ്ഞാലും, പൊതുജനങ്ങളോട് ഞങ്ങൾ ഗ്രൂപ്പില്ല, അങ്ങനെ ഇങ്ങനെയാണ്, അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞാലും, അകത്ത് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ വോട്ടുകൾ പല വഴിക്ക് പോകും. ഒരു കാര്യം കോൺഗ്രസ് അറിഞ്ഞിരിക്കേണ്ടത്, UDF അറിഞ്ഞിരിക്കേണ്ടത്, പഴയ കാലമല്ല, അതിശക്തമായ രീതിയിൽ BJP-യുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ അവർ പറയും പോലെ വോട്ട് 3ആയി ഭിന്നിച്ച് പോയാൽ, ഇന്നലെയും കേരള കൗമുദിയുടെ ക്രോസ് ഫയറിലാണെന്ന് തോന്നുന്നു, കേരള കൗമുദിയുടെ SV രാജേഷുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഇന്നലെയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്, 3ആയി പിരിയുകയും വോട്ട് 3ആയി പിരിയുകയും മൊത്ത വോട്ട് 3ആയി പിരിയുകയും നല്ലൊരു രീതിയിൽ വോട്ട് BJP പിടിക്കുകയും, എന്നാൽ അവർക്ക് സീറ്റൊന്നും കിട്ടത്തില്ല, ആ പിടിക്കുന്ന വോട്ടുകളെല്ലാം കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കുമെന്നും, അങ്ങനെ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്താവുകയും ഭരണകക്ഷിയിൽ തീർച്ചയായും പിണറായി വിജയൻ വരുമെന്നും, ഇനി പിണറായി വിജയനെ മാറ്റി വേറൊരാളെ പരീക്ഷിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള വളരെ വലിയ തോതിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ആളുകൾ ഗൗരവമായി ഈ വിഷയം ചിന്തിക്കുക. എന്തെങ്കിലും ഒരു അപ്പർ എഡ്ജ് ഇലക്ഷനിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു റിപ്പോർട്ടുണ്ടെങ്കിൽ വളരെ ഏകീകൃത സ്വഭാവത്തോടു കൂടി നിന്ന് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനും അധികാരത്തിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ മറ്റ് വ്യക്തി താല്പര്യങ്ങളിലേക്ക് പോയാൽ കോൺഗ്രസ് എന്നും നശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ പിറകോട്ട് പോയിട്ടുള്ളതോ, നശിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പിറകിലോട്ട് പോയിട്ടുള്ളത്, അവർക്ക് ക്ഷീണമുണ്ടായിട്ടുള്ളത് ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ ഗ്രൂപ്പ് പടി തന്നെയാണ്.